ഹലോ ഓൾ, രാവിലെ തന്നെ ദേ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എണീറ്റ് വന്ന് നേരെ ഞാൻ പോയത് മുറ്റത്തോട്ടാണ്. മുറ്റത്ത് കുറേ മാങ്ങ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ, തലേന്നത്തെ കാറ്റില്. അങ്ങനെ മാങ്ങയൊക്കെ പെറുക്കിയെടുത്ത് അടുക്കളയിലെത്തിയപ്പോൾ ദേ അവിടെ പാൽക്കാരൻ ദേ പാലും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒതൊക്കെ ഒഴിച്ച് വെച്ച് വീണ്ടും ദേ മുറ്റത്ത് കൂടെ നടക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ. നമ്മുടെ സപ്പോട്ടമരൊക്കെ ഇവിടെ പൂത്ത് ദേ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ പോയത് നമ്മളെ കോമാങ്ങന്റെ മരത്തിന്റെ താഴോട്ടാട്ടോ. അങ്ങനെ കുറേ കോമാങ്ങ ദേ കിളികൾ കൊത്തിയിട്ടിട്ടുണ്ട്. പണ്ട് ഉപ്പുള്ള ടൈമിൽ ദേ ഉപ്പ ഈ മരത്തിന്റെ മേലുള്ള മാങ്ങയൊക്കെ കോണിയൊക്കെ വെച്ച് പറിച്ചു തരുമായിരുന്നു കേട്ടോ. ഇപ്പൊ അതൊന്നും പറിക്കാനുള്ള ആളില്ലാത്തതുകൊണ്ട് തന്നെ കുറെ ഇങ്ങനെ കൊത്തിപ്പോവും. പിന്നെ നമ്മൾക്ക് കൊണ്ട് കിട്ടുന്ന മാക്സിമം അങ്ങ് പറിക്കും. അത് അപ്പൊ തന്നെ അങ്ങ് കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ നല്ല ചായയും പൊട്ടാറ്റോ ബിസ്ക്കറ്റൊക്കെ കുടിച്ചു. പിന്നെ ഒരു 10 മണിയായപ്പോഴാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പിന്നെ മാങ്ങയൊന്നും പറിച്ചു തരാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കസിൻ വന്നത് 2 ബക്കറ്റോളം മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓൾമോസ്റ്റ് ഇക്കൊല്ലത്തെ മാങ്ങയൊക്കെ ഇവിടെ കഴിയുകയാണ് കേട്ടോ സീസൺ. അങ്ങനെ നമ്മളെ ലൂക്കമോൾ ഇതേ ഇവിടെ എത്തി പാലൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ വരുന്നവരെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ, ഉമ്മ ഈ ചക്ക മുറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചക്കയൊക്കെ കഴിച്ചപ്പോൾ തന്നെ കുറേ ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പം ദേ ഹോസ്റ്റലിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ദേ ക്യാരറ്റൊക്കെ ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതോടെ സാധനങ്ങൾ വാങ്ങാനായിട്ട് അങ്ങാടിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നതേ കുറച്ച് പച്ചക്കറി, മീനും ഇറച്ചിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ പൂച്ചനെ കണക്കിലെടുക്കേണ്ടത്, അതുകൊണ്ട് നമ്മളെ പൂച്ചക്കുട്ടനും 2-3 മീനൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്ന ഉടനെ തന്നെ അവർക്ക് മീനൊക്കെ ഇട്ടെടുത്തു. അങ്ങനെ മീനൊക്കെ അവർക്ക് ഇട്ടെടുത്ത സന്തോഷത്തില് ഞാനും നല്ല മീൻ കറിയും ചോറും നല്ല പാവക്ക ഉപ്പേരിയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ഒരാളിവിടെ പല്ല് പറിക്കുന്നതിന്റെ വിശേഷമാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വൈകുന്നേരമായപ്പോ ദേ ഇവിടെ കുറെ മക്രോണി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തു കേട്ടോ. മഴയും ഇടിയും മൊത്തത്തിൽ നല്ല തണുപ്പായിരുന്നു. പിന്നെ ഇടി കാരണം ദേ ഉള്ളിൽ വന്നതിനാണ് ക്യാരറ്റ് ഒക്കെ കട്ട് ചെയ്തു. അങ്ങനെ നല്ല മഴയത്ത് നല്ല ചൂട് മക്രോണി നല്ല ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോ ദേ കുട്ടികൾക്കൊക്കെ ഇപ്പൊ സ്കൂൾ തുറക്കാനായതുകൊണ്ട് തന്നെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് പൊതിഞ്ഞു കൊടുക്കണം ഞാനാണ് കേട്ടോ. അങ്ങനെ ഉമ്മാനോട് കത്രിക ചോദിച്ചപ്പോൾ ഉമ്മ വലിയതേ തുണിയൊക്കെ കട്ട് ചെയ്യുന്നു, കത്രിക എടുത്തോണ്ടാ വന്നേ. പിന്നെ ആ ബുക്കൊക്കെ രാത്രി ആയപ്പോത്തിന് പൊതിഞ്ഞതേ. പിന്നെ നമുക്കിതേ നാളെ ഞാൻ രാവിലെ പോവാണ് കേട്ടോ. അതേ മുന്നേ ഉമ്മതേ നല്ല ചിക്കൻ കറിയും ചോറൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി തന്ന് കഴിച്ചു ബാഗൊക്കെ പേക്ക് ചെയ്ത്